ഇന്ന് ദേ നമ്മൾ ഇതുപോലെ അടിപൊളി ഹെയർ ക്ലിപ്സ് എങ്ങനെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാമെന്നാണ് നോക്കാൻ പോകുന്നത്. അതിനായിട്ട് ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തിട്ട് ബാക്കി വന്ന കുറച്ച് മെറ്റീരിയൽസ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതേ കുറച്ച് ഹെയർ ക്ലിപ്സും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നത് നോക്കാം. ഞാൻ ആദ്യം യെല്ലോ കളർ ക്ലോത്ത് വെച്ചാണ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. ഇതൊരു 5 ഇഞ്ച് വീതിയും ഒരു 12 ഇഞ്ച് ലെങ്തുമാണ് എടുത്തേക്കുന്നത്. ഇത് രണ്ടായിട്ടൊന്ന് ഫോൾഡ് ചെയ്യുക. ആദ്യം നല്ല വശം ഉള്ളിലേക്ക് വരുന്ന പോലെ ഫോൾഡ് ചെയ്യുക. എന്നിട്ട് ഇത് ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. സെൻറ്ററിൽ കുറച്ച് സ്റ്റിച്ച് ചെയ്യാതെ വിടണം. ഇപ്പോൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. കണ്ടില്ലേ, ഇതുപോലെ ഒന്ന് മറിച്ചിട്ടെടുക്കാം. ഇനി നമ്മൾ സ്റ്റിച്ച് ചെയ്യാതെ വിട്ട ഭാഗമില്ലേ, അവിടെ നമുക്കൊന്ന് ക്ലോസ് ചെയ്തൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അത് കഴിഞ്ഞിട്ട് ഈ ക്ലോത്തിൻ്റെ സെൻറ്ററിൽ കൂടെ നമുക്ക് റണ്ണിങ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം. ഞാൻ കൈ കൊണ്ടാണ് ഇപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്നത്, നീഡിൽ യൂസ് ചെയ്തിട്ട്. അപ്പോൾ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതെന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ഈ ബട്ടർഫ്ലൈ പോലെ ഒന്ന് ചുരുക്കിയിട്ടെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമുക്കിത് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇത് നടുക്ക് കെട്ടിട്ടൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ സെൻറ്റർ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊരു പീസ് എടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു ചെറിയ പീസ് എടുക്കുന്നുണ്ട്. അത് വേണമെങ്കിൽ നമുക്കിങ്ങനെ നടുക്കൂടെ മടക്കി ചെറുതായിട്ട് മടക്കിയിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം. അല്ലെങ്കിൽ നമുക്ക് ലൂപ്പ് സ്റ്റിച്ച് ചെയ്യില്ല, അതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇങ്ങനെ മടക്കിയിട്ട് ഇതിൻ്റെ സെൻറ്റർ ഒന്ന് കവർ ചെയ്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിൻ്റെ ബാക്കിലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് എക്സ്ട്രാ വരുന്ന പീസ് അങ്ങ് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ആ എക്സ്ട്രാ പീസ് ഒന്ന് കട്ട് ചെയ്യാം. കട്ട് ചെയ്തിട്ട് നമുക്കിതിൽ എങ്ങനെയാണ് ക്ലിപ്പ് വെച്ച് കൊടുക്കുന്നതെന്ന് നോക്കാം. ഞാനിപ്പോൾ ഇവിടെ ഗ്ലൂ ഒന്നും യൂസ് ചെയ്യുന്നില്ല, അല്ലാതാണ് വെച്ച് കൊടുക്കുന്നത്. ഇനി നമുക്ക് ആ സ്റ്റിച്ച് വന്ന ഭാഗം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ആ ക്ലിപ്പ് കൂടെ വെച്ച് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്ലൂ യൂസ് ചെയ്യാം. ഞാനിവിടെ ഗ്ലൂ ഒന്നും യൂസ് ചെയ്യുന്നില്ല, അല്ലാതെ തന്നെ ഇത് വയ്ക്കാം, ഇളകി പോകത്തൊന്നുമില്ല. ഇങ്ങനെ ആ ലൂപ്പിൻ്റെ ബാക്കിൽ കൂടെ ആ ക്ലിപ്പൊന്ന് കയറ്റി വെച്ച് കൊടുത്താൽ മതി, അതവിടെ ഇരുന്നോളും. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഫസ്റ്റത്തെ ഹെയർ ക്ലിപ്പ് റെഡി ആയിട്ടുണ്ട്. നല്ല ഭംഗിയില്ലേ, എനിക്കിഷ്ടപ്പെട്ടു. അപ്പോൾ ഈ ഹെയർ ക്ലിപ്പ് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനു മുന്നേ ഞാൻ ഈ നെറ്റ് ക്ലോത്ത് വെച്ചിട്ട് ഒരു ഹെയർ ക്ലിപ്പ് റെഡിയാക്കുന്നുണ്ട്. ഇത് നല്ല ഭംഗിയുള്ളൊരു നെറ്റാണ്, നല്ല വർക്കൊക്കെ ഉള്ള. അപ്പോൾ ഇതിന് 2 പീസ് എടുത്തിട്ടുണ്ട്. 2 പീസ് ഒന്നിച്ച് വെച്ചിട്ട് അതിൻ്റെ സെൻറ്ററിൽ കൂടെ ഇങ്ങനെ ഒന്ന് ചുരുക്കിയിട്ടെടുക്കണം. ഞാനിപ്പോൾ അളവൊന്നും പറയാത്തത്, നിങ്ങളുടെ ഇഷ്ടമുള്ള അളവിന് എഡിറ്റ് ചെയ്തെടുക്കാം, അതുകൊണ്ടാണ് അളവൊന്നും പറയാത്തത്. ഇങ്ങനെ ചുരുക്കിയിട്ടിട്ട് ഒരു ത്രെഡ് വെച്ചിട്ട് അതിൻ്റെ സെൻറ്ററിലൊന്ന് കെട്ടിക്കൊടുക്കാം. ഇതുപോലെയൊക്കെ നിങ്ങൾക്ക് ചെയ്തെടുത്തിട്ട് ഹെയർ ബാൻഡിലൊക്കെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. പിന്നെ ഫ്രോക്കിലും ഡ്രസ്സിലും ബ്ലൗസിൻ്റെ ബാക്കിലൊക്കെ ഇതുപോലെ ഹെയർ ബോസൊക്കെ ചെയ്ത് വെച്ചാൽ നല്ല ഭംഗിയായിരിക്കും. അപ്പം ഞാൻ ഇവിടെ ഒരു ലൂപ്പ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ സെൻറ്ററിൽ വെച്ചിട്ടൊന്ന് അറ്റാച്ച് ചെയ്തെടുക്കാം. ബാക്കിലൊന്ന് സ്റ്റിച്ച് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ സെൻറ്ററിൽ പേൾസോ ബീഡ്സോ ഒക്കെ വെക്കാം, നല്ല ഭംഗിയായിരിക്കും. ഞാൻ ഇവിടെ ഒരു ലൂപ്പ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് അതാണ് വെച്ച് കൊടുക്കുന്നത്. ഇവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇത് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഹെയർ ക്ലിപ്പ് കൂടെ ഇതിലൊന്ന് വെച്ച് കൊടുക്കാം. ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുത്താൽ മതി. ഇപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ഹെയർ ക്ലിപ്പും റെഡി ആയിട്ടുണ്ട്. നല്ല ക്യൂട്ടായിട്ടില്ലേ? ഇതുപോലെയൊക്കെ ചെയ്തിട്ട് ഫ്രോക്കിലൊക്കെ വെച്ച് കൊടുത്ത് നല്ല ഭംഗിയായിരിക്കും, കുറച്ചുകൂടെ വലുതായിട്ടൊക്കെ ചെയ്തിട്ട്. ഇനി നമ്മളിത് നേരത്തെ ഒരു പർപ്പിൾ കളർ കാണിച്ചില്ലേ, അതുപോലെയാണ്. അതെങ്ങനെ ചെയ്തെടുക്കുന്നതെന്നാണ് കാണിക്കാൻ പോകുന്നത്. അതിന് ഞാൻ ഇവിടെ ഒരു യെല്ലോ എംബ്രോയ്ഡറി ഒക്കെ വന്നിട്ടുള്ളൊരു ക്ലോത്താണ് എടുത്തത്. അത് ഇതുപോലെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്തൊന്ന് ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. സെൻറ്റർ സ്റ്റിച്ച് ചെയ്യാൻ പാടില്ല. എന്നിട്ട് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം, നേരത്തെയൊക്കെ ചെയ്ത പോലെ തന്നെ. ഇതിൻ്റെ വിഡ്ത്ത് 5 ഇഞ്ചും ലെങ്ത് 10 ഇഞ്ചുമാണ് എടുത്തേക്കുന്നത്. ഇനി നമുക്കിത് ഈ സ്റ്റിച്ച് ചെയ്യാതെ വിട്ടില്ലേ, ആ ഭാഗത്ത് കൂടെ നമുക്കൊന്ന് മറിച്ചിട്ടിട്ട് എടുക്കാം.
ഇതിപ്പോൾ മറിച്ചിട്ടിട്ട് ആ എൻഡ്സൊക്കെ ഒന്ന് ഷാർപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഓപ്പൺ ആയിട്ടുള്ള ഭാഗം ഒന്ന് ക്ലോസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇപ്പോൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതും നേരത്തെ പോലെ തന്നെ ഇതിൻ്റെ സെൻറ്ററിൽ കൂടെ ഒന്ന് ചുരുക്കിയിട്ടെടുക്കണം. എന്നിട്ട് അതൊന്ന് കെട്ടിട്ട് കൊടുക്കണം. ഇതിൻ്റെ സെൻറ്റർ ഒന്ന് പിടിച്ചിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ ഫോൾഡ്സ് ഇട്ട് കൊടുത്താൽ മതി. ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് നമുക്ക് ത്രെഡ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാം. അല്ലെങ്കിൽ നേരത്തെ ചെയ്ത പോലെ റണ്ണിങ് സ്റ്റിച്ച് കൊടുത്തിട്ട് ഒന്ന് ചുരുക്കിയിട്ട് കൊടുത്താലും മതി. ഇതായിരിക്കും കുറച്ചുകൂടെ എളുപ്പം. ഞാനൊരു സിൽക്ക് മെറ്റീരിയലിൽ ഇതുപോലൊരു ബോ സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ചാനലിൽ. അതൊരു ബ്ലൗസിൻ്റെ ബാക്കിൽ വെക്കാൻ വേണ്ടിയിട്ടാണ് സ്റ്റിച്ച് ചെയ്തത്. അത് കറക്റ്റ് മെഷർമെൻ്റൊക്കെ അതിൽ പറയുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോയുടെ ഐ ബട്ടൺ ഞാനിവിടെ കൊടുക്കാം. കാണാത്തവരൊക്കെ കണ്ടു നോക്കുക. ഇനി ഇതിൽ വേറൊരു പീസ് കൂടെ അറ്റാച്ച് ചെയ്യാനായിട്ടുണ്ട്. അതിനായിട്ട് ഞാനിവിടെ 5 ഇഞ്ച് വീതിയും 10 ഇഞ്ച് ലെങ്തിലും ഒരു പീസ് എടുത്തിട്ടുണ്ട്. അത് നല്ല വശം ഉള്ളിലേക്ക് വരുന്നത് പോലെ ഇങ്ങനെ ഒന്ന് രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ഫോൾഡ് ചെയ്തിട്ട് ഇതിൻ്റെ ഓപ്പണായിട്ട് വരുന്ന ഭാഗമില്ലേ, അതിൻ്റെ ആ ഓപ്പണായിട്ട് വരുന്ന ഭാഗത്തെ എൻഡിൽ നിന്ന് 2 ഇഞ്ചൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. 2 സൈഡിലും മാർക്ക് ചെയ്യണം. ഇതുപോലെ സൈഡിലായിട്ട് 2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ ഒന്ന് ചരിച്ച് വരച്ചു കൊടുക്കുക. അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡിലും ചെയ്യുക. 2 ഇഞ്ചൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. 2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഒന്ന് ചരിച്ച് വരച്ചു കൊടുക്കുക. ഇനി നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇതുപോലെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. സെൻറ്ററിൽ കുറച്ച് വിട്ടിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട്. ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പോൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ വരുന്ന എക്സ്ട്രാ വരുന്ന പീസൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. ത്രെഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. എന്നിട്ട് നമുക്കിതൊന്ന് മറിച്ചിട്ടെടുക്കണം. ഞാൻ പറഞ്ഞ പോലെ ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെഷർമെൻറ്റിലൊക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. വലുപ്പത്തിലോ ചെറുതായിട്ടോ ഒക്കെ വേണമെങ്കിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഞാൻ പറയുന്ന മെഷർമെൻറ്റ് തന്നെ എടുക്കണമെന്നൊന്നുമില്ല. പിന്നെ ഇത് ചെയ്യാനായിട്ട് മെഷീൻ്റെ ആവശ്യമൊന്നുമില്ല. ഞാനിപ്പോൾ മെഷീൻ ഉള്ളതുകൊണ്ട് അതിൽ സ്റ്റിച്ച് ചെയ്തതേ ഉള്ളൂ. സൂചി നൂലും ഉണ്ടെങ്കിൽ തന്നെ കൈകൊണ്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. കുറച്ച് സമയം ഉണ്ടെങ്കിൽ ഇതൊക്കെ ഈസി ആയിട്ട് ചെയ്തെടുക്കാം. നമ്മുടെ ഡ്രസ്സിലോ കുട്ടികളുടെ ഫ്രോക്കിലോ ഒക്കെ അടിപൊളിയാക്കാം ഇങ്ങനെയൊക്കെ ചെയ്തെടുത്താൽ. പിന്നെ അവർക്ക് ഡ്രസ്സിന് മാച്ച് ഹെയർ ബാൻഡോ ഹെയർ ബോയോ ഒക്കെ ഇതുപോലെ ചെയ്തെടുക്കാം. നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. അപ്പോൾ ഇതൊന്ന് തിരിച്ചിട്ടിട്ട് ഇതിൻ്റെ എൻഡ്സൊക്കെ ഒന്ന് ഷാർപ്പ് ചെയ്തെടുക്കണം. അത് കഴിഞ്ഞിട്ട് നോക്കാം. ഇതിപ്പോൾ ഒന്ന് മറിച്ചിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആ ഓപ്പൺ ആയിട്ടുള്ള ഭാഗമില്ലേ, അതൊന്ന് ക്ലോസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കണം. സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം ഇത് രണ്ടായിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് ആ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. സെൻറ്റർ കറക്റ്റായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് ആ മാർക്കിങ്ങിൽ കൂടെ ഇങ്ങനെ ഒന്ന് ചുരുക്കിയിട്ടെടുക്കണം. ചുരുക്കിയിട്ടിട്ട് നമുക്കൊരു ത്രെഡ് വെച്ചിട്ട് ഇതൊന്ന് കെട്ടിക്കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് മറ്റേ പീസിൽ കൂടെ വെച്ചിട്ടൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ 2 റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് രണ്ടും കൂടെ ഇങ്ങനെ ഒന്ന് ജോയിൻ ചെയ്ത് വെക്കണം. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഈ സെയിം ക്ലോത്തിൻ്റെ തന്നെ ഒരു പീസ് എടുക്കുക. എടുത്തിട്ട് അതൊന്ന് ഫോൾഡ് ചെയ്തിട്ട് ഇതിൻ്റെ സെൻറ്ററിൽ വെച്ച് കൊടുക്കണം. ഇതുപോലൊരു ചെറിയ പീസ് എടുത്തിട്ടുണ്ട്. ഇതിനെ ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ലൂപ്പ് സ്റ്റിച്ച് ചെയ്തെടുത്താലും മതി. നിങ്ങൾക്ക് എളുപ്പമുള്ള എങ്ങനെയാണെന്ന് വെച്ചാൽ അതുപോലെ ചെയ്യുക. ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുത്തിട്ട് ഇതിൻ്റെ സെൻറ്ററിൽ വയ്ക്കുക. രണ്ടും കൂടെ ചേർത്ത് വെച്ചിട്ട് അതൊന്ന് ജോയിൻ ചെയ്തെടുത്തിട്ട് ബാക്കിലൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. എന്നിട്ട് ബാക്കി വരുന്ന എക്സ്ട്രാ പീസൊക്കെ കട്ട് ചെയ്ത് മാറ്റാം. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ക്ലിപ്പ് കൂടെ വെച്ച് കൊടുത്താൽ മതി. ഇനി ഇതിൻ്റെ ബാക്കിൽ നമുക്ക് നേരത്തെ ചെയ്ത പോലെ ആ ക്ലിപ്പൊന്ന് വെച്ച് കൊടുക്കാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അപ്പോൾ ക്ലിപ്പൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്ലൂ ഒക്കെ വെച്ച് ഒട്ടിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഒന്നും ചെയ്യുന്നില്ല. ഇത് ഇങ്ങനെ ഇരുന്നോളും.
അപ്പോൾ ദേ ഇത് റെഡി ആയിട്ടുണ്ട്. ഇതൊക്കെ കറക്റ്റായിട്ടൊന്ന് ഷേപ്പിന് വെച്ച് കൊടുക്കണം. അപ്പം നമ്മളിന്ന് 4 ഹെയർ ക്ലിപ്പാണ് റെഡിയാക്കി എടുത്തേക്കുന്നത്. നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്തെടുത്തതാണ് ഇതും. 2 സെയിം മെത്തേഡാണ്. എല്ലാം ഏകദേശം ചെയ്യാൻ ഒരുപോലെയൊക്കെ തന്നെയാണ്. കാണുമ്പോൾ കുറച്ച് വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. എല്ലാം ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ ബൈ.